തുർക്കിക്ക് പാകിസ്ഥാനോട് അടുത്തിടെ ഏറെ സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്. അവർ പാകിസ്ഥാന് ആയുധ വിൽപ്പന നടത്തുന്ന രണ്ടാമത്തെ ഒരു വലിയ രാജ്യമാണ്. പാകിസ്ഥാൻ ആണവശക്തിയാണ്. അതുകൊണ്ട് തന്നെ തുർക്കിക്ക് പാകിസ്ഥാൻ്റെ തോളിൽ കയറ്റി നടക്കാൻ ഏറെ താല്പര്യമാണ്. ഇന്ത്യയും തുർക്കിയുമായി പക്ഷേ പൊളിറ്റിക്കൽ വിഷയങ്ങളൊന്നും ഈ പാക് ഇന്ത്യ സംഘർഷത്തിന് മുമ്പ് വരെ ഉണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് തുർക്കിയുടെ പല സംഭവങ്ങളും റദ്ദ് ചെയ്യുന്ന രീതിയിലേക്ക് ഇന്ത്യ നീങ്ങിയിരുന്നു. ഇന്ത്യ ആകട്ടെ തുർക്കിയുമായി അതിർത്തിയിൽ പങ്കിടുന്നില്ല. എന്നിട്ടും തുർക്കിക്ക് ഇന്ത്യ എന്ന് കേട്ടാൽ അരിശമാണ്. കാരണം ശത്രുവല്ലാത്ത ഇന്ത്യയുടെ ശത്രു പാകിസ്ഥാൻ, കൂട്ടുകച്ചവട മിത്രം, അതാണ് തുർക്കിയുടെ പാകിസ്ഥാൻ. അതുകൊണ്ട് തന്നെയാണ് തുർക്കിയുടെ ഡ്രോണുകൾ പാകിസ്ഥാൻ അവർ വാരിക്കൊരി കൊടുത്തതും അതവർ പറത്തി ഇന്ത്യൻ അതിർത്തിയിൽ കടത്തി ഇവിടേക്ക് വിട്ടതും ഇന്ത്യ അതെല്ലാം തകർത്ത് തരിപ്പണമാക്കിയതും. ആകെ നാണക്കേടായിപ്പോയി തുർക്കിക്ക്. പക്ഷേ നാണമില്ലാത്തവൻ്റെ ആസനത്തിൽ പനമുളയ്ക്കുമെന്ന് പറയുന്നത് പോലെ തുർക്കി അമേരിക്കയുമായി ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന ആയുധ കരാർ കേട്ടാൽ ഏവരും ഞെട്ടും. അതൊരു ആൻറ്റി ഇന്ത്യ കരാർ തന്നെയാണ്. അമേരിക്ക ഇന്ത്യക്കെട്ട് കാര്യമായി പണി തുടങ്ങിയോ എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കാരണം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം കടുത്ത് അയഞ്ഞ സമയത്ത് പാകിസ്ഥാനെ സഹായിച്ച തുർക്കിക്ക് അമേരിക്ക വക ഈ സഹായം. 8 വർഷം മുമ്പ് അമേരിക്ക ആയുധ വിലക്ക് ഏർപ്പെടുത്തിയിരുന്ന രാജ്യമാണ് തുർക്കിയെന്നും ആ രാജ്യത്തെയാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ എടുത്ത് മടിയിലിരുത്തിയിരിക്കുന്നതെന്നും ഓർക്കണം. എന്താണ് ട്രംപിൻ്റെ ലക്ഷ്യം? ഒന്നും രണ്ടുമല്ല. തുർക്കി പ്രസിഡന്റ് റജബ് എർദോഗൻ $304 കോടി ആയുധമാണ് ട്രംപിൽ നിന്നും കൈനീട്ടി വാങ്ങുന്നത്. ട്രംപിൻ്റെ ലക്ഷ്യം എന്താണ്? സിറിയ. അതിലേക്ക് വരാം. 53 മെയിൻ റേഞ്ച് മിസൈലുകൾ, അതും $225 മില്യൺ കരാർ. അടുത്തത് 60 ബ്ലോക്ക് 2 മിസൈലുകൾ, ഇത് $79 മില്യൺ ഇടപാട്. ഇത് ട്രംപ് US കോൺഗ്രസിന് അയക്കും. സ്വാഭാവികമായും ട്രംപിൻ്റെ ആവശ്യം കോൺഗ്രസ് അംഗീകരിക്കും. പിന്നീട് തുർക്കി ആയുധ സമ്പന്നമാകും. ആർക്കു വേണ്ടിയാകും തുർക്കി ഇത്ര വേഗത്തിൽ ഈ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നത്? അതിനും ഉത്തരമുണ്ട്. അതിലേക്കും വരാം. റജബ് എർദോഗൻ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ശ്രമം നടത്തുന്നത് അമേരിക്കയുടെ സൂപ്പർ പവർ വിമാനമായ 5ാം തലമുറ F-35 യുദ്ധ വിമാനങ്ങൾക്കായാണ്. പക്ഷേ അമേരിക്കയ്ക്ക് അത് തുർക്കിക്ക് കൈമാറാൻ ഇനി തങ്ങളുടെ നിയമങ്ങൾ മാറ്റേണ്ടി വരും. കാക്സ നിയമം. 2017 തുർക്കി റഷ്യൻ നിർമ്മിത S-400 പ്രതിരോധ സംവിധാനം വാങ്ങിയതോടെ അമേരിക്ക തുർക്കിയെ ബ്ലാക്ക് ലിസ്റ്റിൽപ്പെടുത്തി ഉപരോധത്തിലേക്ക് കൊണ്ടുവന്നു. US സഹായം പറ്റിക്കൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾ US-ൻ്റെ ശത്രുരാജ്യങ്ങളുമായി, പ്രത്യേകിച്ച് ഇറാൻ, നോർത്ത് കൊറിയ, റഷ്യ എന്നീ രാജ്യങ്ങളിൽ നിന്നും ആയുധങ്ങൾ വാങ്ങിയാൽ കാറ്റ്സ നിയമപ്രകാരം അവർക്ക് US ഉപരോധം ഓട്ടോമാറ്റിക്കായി നേരിടേണ്ടി വരും. അങ്ങനെ അന്നു മുതൽ തുർക്കി ഉപരോധത്തിലാണ്. 2018 ഇന്ത്യ റഷ്യൻ S-400 വാങ്ങിയപ്പോൾ പക്ഷേ ഇന്ത്യക്ക് US ഉപരോധമൊന്നും ഏർപ്പെടുത്തിയില്ല, ഇളവ് നൽകി. അതോടെ പക്ഷേ തുർക്കിക്ക് ഉപരോധം ഏർപ്പെടുത്തപ്പോൾ എർദോഗന് F-35 വിമാനം നൽകാനുള്ള അമേരിക്കൻ തീരുമാനം അങ്ങ് മരവിപ്പിച്ചു. ഇപ്പോൾ F-35 തുർക്കിക്ക് വേണം. അതിന് പകരമായി എർദോഗൻ എന്താണ് ട്രംപിന് ഉറപ്പ് നൽകുന്നത്? സിറിയയിലെ US സൈന്യത്തിന് പകരം തുർക്കി സേനയെ എർദോഗൻ അവിടെ ഇറക്കും. അതോടെ US സേനയ്ക്ക് നാട്ടിലേക്ക് മടങ്ങാം, സമാധാനമായി. US-ന് ടർക്കിഷ് സൈന്യത്തെ സിറിയയിൽ ഉപയോഗിക്കാം. ഉക്രൈൻ റഷ്യ ഉപയോഗത്തിൽ അടുത്തത് ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഇപ്പോൾ എർദോഗനാണ് ഇസ്താംബൂളിൽ മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തുന്നത്. യുദ്ധം അവസാനിച്ചാൽ അത് എർദോഗന് ആ മേഖലയിൽ കൂടുതൽ പ്രാധാന്യമുണ്ടാക്കി കൊടുക്കും. പിന്നെ നാറ്റോയിൽ US കഴിഞ്ഞാൽ രണ്ടാമത്തെ സൈനിക ശക്തിയാണ് തുർക്കി. നാറ്റോയിൽ US-ഉം തുർക്കിയും ചേർന്നാൽ വൻ ശക്തിയാവും. ഇതൊക്കെയാണ് തുർക്കിയുടെ മനസ്സിലിരിപ്പെങ്കിലും ഇന്ത്യക്ക് അതൊന്നും ഒരു വിഷയമല്ല. ഇന്ത്യക്ക് ഇപ്പോൾ വിഷയം തുർക്കിക്ക് US നൽകുന്ന മിസൈലുകളാണ്. തുർക്കി ഈ മിസൈലുകൾ പാകിസ്ഥാന് വിൽക്കാൻ സാധ്യത നന്നേ കൂടുതലാണ്. പാകിസ്ഥാൻ തങ്ങളുടെ F-16 വിമാനങ്ങളിൽ ഈ മിസൈലുകൾ ഉപയോഗിക്കാൻ സാധ്യത നന്നേ കൂടുതലാണ്. എന്താണ്? 2009 ബാലാക്കോട്ട് ആക്രമണത്തിൽ പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യക്കെതിരെ അവരുടെ F-16 വിമാനങ്ങൾ പ്രയോഗിച്ചത് തുർക്കിയുടെ മിസൈലുകളായിരുന്നു. അതിനുശേഷം പാകിസ്ഥാൻ ഒരു ടർക്കിഷ് എയറോസ്പേസ് കമ്പനിയുമായി കരാർ ഏർപ്പെട്ടു. പാക് F-16 വിമാനങ്ങൾ കൂടുതൽ മിസൈലുകൾ വഹിക്കാനായി അപ്ഗ്രേഡ് ചെയ്യാൻ. അങ്ങനെ 40-ലധികം F-16 വിമാനങ്ങൾ US പാകിസ്ഥാൻ നൽകിയ F-16 വിമാനങ്ങൾ അതിൽ അമ്രാം മിസൈലുകൾ ഉപയോഗിക്കാൻ കഴിവുള്ളതായി മാറി. പാകിസ്ഥാൻ്റെ വ്യോമസേനയ്ക്കുള്ള ഒരേ ഒരു ഇനമാണ് ഈ F-16. ഈ മിസൈലുകൾ ഉപയോഗിക്കുന്ന F-16 വിമാനങ്ങൾ. തുർക്കിയും പാകിസ്ഥാനും സൈനികപരമായി ഏറെ കൂട്ടാണ്. ഇപ്പോൾ ഇത് അവർ മതപരമായും തന്ത്രങ്ങൾ നീക്കുന്നു. അറബ് രാജ്യങ്ങളിൽ പശ്ചിമേഷ്യയിലേക്ക് ആധിപത്യം ഉറപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുർക്കിയെ കൊണ്ടെത്തിക്കുന്നത് ആണവശക്തിയായ പാകിസ്ഥാൻ്റെ ഒപ്പമാണ്. ഒന്നുകിലത്
തുർക്കിയുടെ നാശത്തിന് അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ നാശത്തിന്. ന്യൂഡൽഹി പക്ഷേ വളരെ കരുതലോടെ കാത്തിരിക്കുകയാണ്. കാരണം തുർക്കി ചോദിച്ചു വാങ്ങാൻ ഒരുങ്ങിയിരിക്കുകയാണ്, അതും US പിന്തുണയോടെ. വേണ്ടി വന്നാൽ ഡൊണാൾഡ് ട്രംപിനും ഇന്ത്യ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കനത്തൊരു മറുപടി. അതുകൊണ്ട് US കോൺഗ്രസും US തുർക്കി ആയുധ ഇടപാടുമൊക്കെ വളരെ കരുതലോടെ തന്നെ ഇന്ത്യ കൈകാര്യം ചെയ്യും. എന്തായാലും ഇന്ത്യ വളരെ കരുതലിലാണ്. കാരണം തുർക്കി പാകിസ്ഥാന് വേണ്ടി ഇനി എന്തൊക്കെ ചെയ്തു കൂട്ടുമെന്ന് ഇന്ത്യക്ക് വ്യക്തമായി അറിയണം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.